Good morning, children. Today we are going to study the new chapter in your textbook, Mrs. Tabby Gray. Chapter 3, Mrs. Tabby Gray. This is the picture of Mrs. Tabby Gray and her kittens. Shall we read the story now? Mrs. Tabby Gray was a mother cat. She had 3 kittens. One was black, the other was white, and the third one was brown. She loved her kittens and all of them lived in a barn where the farmer kept the hay. Mrs. Tabby Gray മദർ കാറ്റാണ്. അവൾക്ക് 3 പൂച്ചക്കുട്ടികളുണ്ട്. ആരൊക്കെയാണ് അവര്? വൺ വാസ് ബ്ലാക്ക്. ഒരു പൂച്ചക്കുട്ടി ബ്ലാക്ക് നിറത്തിലുള്ളതാണ്. ദ അതർ വൺ വാസ് വൈറ്റ്. രണ്ടാമത്തെ പൂച്ചക്കുട്ടി വെള്ള നിറത്തിലുള്ളതാണ്. മൂന്നാമത്തെ പൂച്ചക്കുട്ടിക്ക് ബ്രൗൺ നിറവുമാണുള്ളത്. She loved her kittens and all of them lived in a barn. കുഞ്ഞുങ്ങളെ അവൾ വളരെയധികം സ്നേഹിച്ചിരുന്നു. കൃഷിക്കാരൻ വൈക്കോൽ സൂക്ഷിച്ചിരുന്ന ധാന്യപ്പുരയിലാണ് ടാബി ഗ്രേയും കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നത്. The kittens played around in the barn. Since they lived in the barn, they thought that the barn was the best place to live in the world. But their mother told them about the big farmhouse which she visited every day. Mrs. Tabby would tell her kittens about the meals. There, the farmer's wife would give her bread and milk every day. She would also be given leftovers like bones from the fish. She was also allowed to play with the baby of the house and enjoyed it very much. പൂച്ച കുഞ്ഞുങ്ങൾ അവർ താമസിച്ചിരുന്ന ബാണിന് ചുറ്റും ഓടിക്കളിച്ചു വളർന്നു. അവർ താമസിക്കുന്ന ധാന്യപ്പുരയാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും നല്ല സ്ഥലം എന്നായിരുന്നു പൂച്ച കുഞ്ഞുങ്ങൾ വിചാരിച്ചിരുന്നത്. മിസ്സിസ് ടാബി ഗ്രേ സ്ഥിരമായി പോകാറുള്ള ഫാം ഹൗസിനെ കുറിച്ച് ഒരു ദിവസം കിറ്റൻസിനോട് പറയുകയുണ്ടായി. അവിടെ നിന്നും നല്ല ഭക്ഷണവും അതേപോലെ ബ്രെഡും മിൽക്കും സ്ഥിരമായി കിട്ടാറുണ്ടെന്നും കുട്ടികളോട് പറഞ്ഞു. കൂടാതെ ഫാമറിൻ്റെ ഭാര്യ ടാബി ഗ്രേക്ക് മീനിൻ്റെ മുള്ളും എല്ലുകളും എല്ലാം പതിവായി ഭക്ഷണമായി കൊടുക്കാറുണ്ടായിരുന്നു. ഫാർമറുടെ ചെറിയ കുഞ്ഞുമായി ടാബി ഗ്രേ നല്ല അടുപ്പത്തിലായിരുന്നു. ദിവസവും അവർ കളിക്കാറുണ്ടായിരുന്നു. One day, Mrs. Tabby came back from the farmhouse and said, "Babies, I have found a new home for us. It is large trunk in the top room of the farmhouse. We must go there at once." ഒരു ദിവസം ടാബി ഗ്രേ ഫാം ഹൗസിൽ നിന്നും തിരിച്ചു വന്ന സമയം കുട്ടികളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇന്ന് പുതിയൊരു താമസ സ്ഥലത്തേക്ക് മാറണം. ഞാൻ നിങ്ങൾക്കായി നല്ലൊരിടം കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയുള്ള സ്ഥലമാണെന്ന് അറിയാമോ? വലിയ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. മരം കൊണ്ടുണ്ടാക്കിയ നിങ്ങൾക്ക് താമസിക്കാൻ സുഖമുള്ള സ്ഥലമാണ് അവിടെ. വി മസ്റ്റ് ഗോ ദെയർ അറ്റ് വൺസ്. നമ്മൾ ഉടനെ തന്നെ അങ്ങോട്ട് മാറാൻ പോവുകയാണ്. She picked up the eldest of the 3 kittens, the black one, and ran to the house. She put the kitten down among a heap of clothes in the box. She then went back to bring the other 2 babies. അവൾ തൻ്റെ മൂത്ത കുട്ടിയായ ബ്ലാക്ക് കിറ്റനെയും എടുത്തുകൊണ്ട് ഫാം ഹൗസിലേക്ക് ഓടിപ്പോയി. ഒരുപാട് തുണികൾ കൂട്ടി വെച്ചിരുന്നൊരു ബോക്സ് ഉണ്ടായിരുന്നു അവിടെ. ആ തുണികളിലേക്ക് നമ്മുടെ ബ്ലാക്ക് കിറ്റനെ മിസ്സിസ് ടാബി ഗ്രേ മെല്ലെ ഇറക്കി വെച്ചു. She then went back to bring the other 2 babies. എന്നിട്ട് അവൾ തിരിച്ച് ധാന്യപ്പുരയിലേക്ക് തന്നെ പോയി. എന്തിനാണെന്നോ? അവളുടെ ബാക്കി 2 കുട്ടികളെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുവാനായി. The small black kitten was surprised to see her home in the trunk. She blinked her eyes to look around. അവിടെ എത്തിയപ്പോൾ ബ്ലാക്ക് കിറ്റൻ ആകെ സർപ്രൈസ്ഡ് ആയി. അവൾക്ക് വലിയ അത്ഭുതം തോന്നി. ആ പുതിയ വീട് കണ്ടിട്ട് അവൾ അതിശയിച്ചു. She blinked her eyes to look around. ചുറ്റിലും നോക്കി അവളുടെ കണ്ണുകൾ ചിമ്മി. Nothing looked like her old home in the barn. പഴയ ധാന്യപ്പുരയിലുള്ള വീടേ അല്ല ഇവിടെ. മൊത്തം മാറിയിരിക്കുന്നു. But she soon felt tired. പക്ഷെ അവൾക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണം തോന്നി. It had been a long ride from the barn to the house. കാരണം ഒരുപാട് ദൂരം അവളുടെ അമ്മയുടെ കൂടെ യാത്ര ചെയ്തു വന്നാണ് ഈ പുതിയ ഹൗസിലെത്തിയത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കിറ്റന് പെട്ടെന്ന് ഉറക്കം വന്നു.
Besides, the cloth in the trunk made a nice soft bed and the black kitten was fast asleep soon after her mother went back. അമ്മ തിരിച്ചു വരുന്നതിന് മുന്നേ തന്നെ അവൾ ഉറക്കമായി. അവൾ ഇരുന്നിടത്ത് തൊട്ടരികിൽ തന്നെ നല്ല സോഫ്റ്റായ ഒരു ബെഡ് ഉണ്ടായിരുന്നു. ആ ബെഡിൽ കിടന്ന് ബ്ലാക്ക് കിറ്റൺ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. In the meantime, the farmer's wife entered the attic. അല്പസമയത്തിനുള്ളിൽ ഫാർമറുടെ ഭാര്യ അവിടേക്ക് വന്നു. ആറ്റിക് എന്ന് വെച്ചാൽ മച്ച് എന്നാണ് അർത്ഥം. മുകളിലെ നിലയിലുള്ള റൂം, അതായത് മച്ച്, അവിടേക്ക് വന്നു. അവിടെയാണ് നമ്മുടെ ബ്ലാക്ക് കിറ്റൺ കിടന്നുറങ്ങുന്നത്. ഷി നോട്ടീസ് ദാറ്റ് ദ ട്രങ്ക് വാസ് ഓപ്പൺ. അപ്പോഴാണ് ഫാർമറുടെ ഭാര്യ ശ്രദ്ധിച്ചത്. അവിടെ ഉണ്ടായിരുന്ന മരം കൊണ്ട് നിർമ്മിച്ച മുറി തുറന്നിരിക്കുകയാണ്. ഷി ഡിഡ് നോട്ട് സീ ദ ബ്ലാക്ക് കിറ്റൺ സ്ലീപ്പിംഗ് എമംഗ് ദ ക്ലോത്ത്സ് ആൻഡ് ക്വിക്ക്ലി ഷട്ട് ദ ലിഡ് ഓഫ് ദ ട്രങ്ക് ആൻഡ് ലോക്ക്ഡ് ഇറ്റ്. കിറ്റൺ അവിടെ കിടന്നുറങ്ങുന്നത് ഫാർമറുടെ ഭാര്യ കണ്ടിരുന്നില്ല. മുറി തുറന്നിരിക്കുന്നത് കാരണം അവൾ എന്ത് ചെയ്തു? പൂച്ചക്കുഞ്ഞ് അവിടെ കിടന്നുറങ്ങുന്നത് അറിയാതെ അവൾ ആ റൂം അടച്ചു ലോക്ക് ചെയ്തു. When Mrs. Tabby returned with the white kitten, she found the trunk locked and no one around. രണ്ടാമത്തെ പൂച്ചക്കുഞ്ഞായ വൈറ്റ് കിറ്റനെയും കൊണ്ട് മിസ്സിസ് ടാബി ഗ്രേ തിരിച്ചു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മരം കൊണ്ട് നിർമ്മിച്ച മുറി അടച്ചിട്ടിരിക്കുന്നു. അവിടെ ആരെയും കാണാനുമില്ല. She had to open the trunk, she thought. അവൾ വിചാരിച്ചു, എനിക്ക് ഈ മുറി തുറക്കണം. Mrs. Tabby jumped on the trunk and began scratching at the top as hard as she could. അവളെ കൊണ്ട് കഴിയുന്ന വിധം ആ മുറി തുറക്കാൻ വേണ്ടി അവൾ ശ്രമിച്ചു. She mewed. അവൾ ഉറക്കെ കരഞ്ഞു. But no one answered. പക്ഷേ ആ മുറിയിൽ നിന്നും ആരും ഉത്തരം നൽകിയില്ല. She went to the farmer's wife. അവൾ ഫാമറുടെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. And looked up at her. അവളെ തന്നെ നോക്കി നിന്നു. She let out a loud meow. അവൾ ഉറക്കെ മ്യാവ് എന്ന് കരഞ്ഞു. The farmer's wife looked down at her and asked. ഫാമറുടെ ഭാര്യ അവളെ തന്നെ നോക്കി ചോദിച്ചു, What is the matter, Tabby? എന്തു പറ്റി ടാബി? Do you want your milk and bread? നിനക്ക് നിന്റെ മിൽക്കും ബ്രെഡും വേണോ? മിസ്സിസ് ടാബി കരയുന്നത് കേട്ടപ്പോൾ ഫാമറുടെ ഭാര്യ വിചാരിച്ചത് ടാബിക്ക് വിശക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവളുടെ ബ്രെഡും മിൽക്കും കൊടുക്കാമെന്നാണ് അവൾ കരുതിയത്. പക്ഷേ യഥാർത്ഥത്തിൽ ടാബി കരഞ്ഞത് എന്തിനാണ്? ആ മച്ചിലുള്ള അടച്ചിട്ടിരിക്കുന്ന വാതിൽ തുറക്കണം, എന്നിട്ട് വേണം അവളുടെ കിറ്റൺ, അതായത് ബ്ലാക്ക് കിറ്റണെ രക്ഷിക്കാനായി. ബ്ലാക്ക് കിറ്റൺ അവിടെയുള്ള കാര്യം വേറെ ആർക്കും അറിയില്ല, ഫാമറുടെ ഭാര്യയ്ക്കും അറിയില്ല. ഫാമറുടെ ഭാര്യ നിനക്ക് ബ്രെഡും മിൽക്കും വേണോന്ന് ചോദിച്ചപ്പോൾ മിസ്സിസ് ടാബി ഷുക്ക് ഹെർ ഹെഡ്. അവൾ അവളുടെ തല കുലുക്കി. ഷി വാണ്ടഡ് ടു സേ ഐ വോണ്ട് മൈ ബേബി ഇൻസ്റ്റെഡ്. അവൾക്ക് പറയാൻ ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ ബേബിയെ വേണം. സാഡ്ലി നോ വൺ കുഡ് അണ്ടർസ്റ്റാൻഡ് ഹെർ. പക്ഷേ അവൾ പറഞ്ഞത് ആർക്കും മനസ്സിലായില്ല. ഫാമറുടെ ഭാര്യ ഉടനെ തന്നെ കുറച്ച് വെള്ളവുമായി വന്നു. എന്നിട്ട് ടാബിയോട് പറഞ്ഞു, യു മസ്റ്റ് ബി തേഴ്സ്റ്റി ടാബി. നിനക്ക് നല്ല ദാഹമുണ്ട്. ഇത് കേട്ട ടാബി എന്ത് ചെയ്തു? ഉറക്കെ മ്യാവ് എന്ന് കരഞ്ഞു. മിസ്സിസ് ടാബി ബിഗാൻ ജമ്പിങ് അബൌട്ട് ആൻഡ് ഗോയിങ് ടുവേർഡ്സ് ദ ട്രങ്ക്. മിസ്സിസ് ടാബി എന്ത് ചെയ്തു? ചാടിയും മോടിയും ആ ട്രങ്കിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. The farmer's kind wife followed behind Tabby, and when Tabby stopped in front of the trunk and meowed loudly, she took out the keys of the lock from her pocket and opened the trunk. ഇത് കണ്ട ഫാമറുടെ ഭാര്യ ടാബിക്ക് പിന്നാലെ പോയി. അവൾക്ക് ചെറിയൊരു സംശയം തോന്നി. എന്തിനായിരിക്കും ടാബി ഇങ്ങനെ ആ മുറിയിലേക്ക് തന്നെ ഓടുന്നത് എന്നവൾക്ക് സംശയം തോന്നി. മച്ചിലുള്ള മരം കൊണ്ടുണ്ടാക്കിയ മുറിയിലെത്തിയപ്പോൾ ടാബി ഓട്ടം നിർത്തി. എന്നിട്ട് അവിടെ നിന്നും ഉറക്കെ കരയാൻ തുടങ്ങി. ഉടനെ തന്നെ ഫാമറുടെ ഭാര്യ അവരുടെ പോക്കറ്റിലുണ്ടായിരുന്ന താക്കോലെടുത്ത് ആ റൂം തുറന്നു കൊടുത്തു. The next moment, Mrs. Tabby was inside the trunk, pulling out the black kitten, who was still asleep. വാതിൽ തുറന്ന ഉടനെ തന്നെ മിസ്സിസ് ടാബി അകത്തോട്ട് ഓടിച്ചെന്ന്
ഉറങ്ങിക്കിടന്ന അവളുടെ ബ്ലാക്ക് കിറ്റനെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ദ ഫാമേഴ്സ് വൈഫ് അണ്ടർസ്റ്റുഡ്. ഇത് കണ്ടപ്പോൾ ഫാമറുടെ ഭാര്യയ്ക്ക് മനസ്സിലായി. ഷീ ലെറ്റ് ദ മദർ ക്യാറ്റ് ക്യാരി ഹെർ കിറ്റൺ ബാക്ക് ടു ദ ബാൺ. ഉടനെ തന്നെ അവളുടെ ബ്ലാക്ക് കിറ്റനെ ബാണിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവാൻ ഫാമറുടെ ഭാര്യ സഹായിച്ചു. The little black kitten wanted to tell her mother about the soft bed of the clothes. ബ്ലാക്ക് കിറ്റന് അവൾക്ക് അവിടെ കണ്ടിരുന്ന സോഫ്റ്റ് ബെഡിനെ കുറിച്ച് അവളുടെ അമ്മയോട് പറയണമെന്നുണ്ടായിരുന്നു. ഷീ വാണ്ടഡ് ടു ടോക്ക് അബൌട്ട് ദ സൈലൻസ് ഇൻ ദ ട്രങ്ക്. അതേപോലെ തന്നെ അവൾ താമസിച്ചിരുന്ന ആ മച്ചിലുള്ള മുറിയിലുള്ള നിശബ്ദതയെക്കുറിച്ചും സംസാരിക്കാനുണ്ടായിരുന്നു. ബട്ട് മിസ്സിസ് ടാബി ഹാഡ് നോ ടൈം ടു ലിസൺ ടു ഹെർ. പക്ഷേ അമ്മ പൂച്ചയ്ക്ക് ഇതൊന്നും കേൾക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല. ഷി റാൻ പാസ്റ്റ് ഓൾ ദ ഫാംസ് ആനിമൽ. അവൾ അവിടെ നിന്നും ഓടിപ്പോയി. ഷി റാൻ പാസ്റ്റ് ഓൾ ദ ഫാം ആനിമൽസ്. ഷി റാൻ പാസ്റ്റ് ദ ബിഗ് hen who had laid an egg that morning. She ran past the horse who was eating carrots in the stable. She ran past the dog who was sleeping in the cow shed. പൂച്ചക്കുട്ടിയെയും എടുത്തുകൊണ്ട് ഒരുപാട് ദൂരം പിന്നിട്ട് അവൾ ആദ്യം താമസിച്ചിരുന്ന ധാന്യപ്പുരയിലേക്ക് തിരിച്ചെത്തി. When she reached the haystack, she put down her black kitten and sighed, "What a fright I had at the farm." ധാന്യപ്പുരയിൽ തിരിച്ചെത്തിയ മിസ്സിസ് ടാബി ഗ്രേ നെടുവീർപ്പിട്ടു. ഫാം ഹൗസിൽ നിന്നും ഞാൻ എത്രമാത്രം ഭയപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് അവൾ കുഞ്ഞുങ്ങളോടായി പറഞ്ഞു, I think, my dears, the barn is the best place for us to live. കുഞ്ഞുങ്ങളെ, നമുക്ക് താമസിക്കാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം ഈ ധാന്യപ്പുര തന്നെയാണ്. The hay is warm and the place is large. ഇവിടെ നല്ല ചൂടും കിട്ടും, മാത്രമല്ല നല്ല വലുപ്പവുമുണ്ട്. We can feed on mice instead of bones and run about as much as we like. ഇവിടെയാകുമ്പോൾ നമുക്ക് ദിവസവും എലികളെ പിടിച്ചു കഴിക്കുകയും ചെയ്യാം. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അവിടെയും ഇവിടെയും ഓടി നടന്ന് ജീവിക്കുകയും ചെയ്യാം. ഒടുവിൽ മിസ്സിസ് ടാബി ഗ്രേക്ക് മനസ്സിലായി, ഇത്രയും സുരക്ഷിതമായ സ്ഥലം ഇനി വേറെ ഒരിടത്തും കിട്ടില്ല. ഈ ധാന്യപ്പുര തന്നെയാണ് തൻ്റെ കുഞ്ഞുങ്ങളുമായി ജീവിക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലം എന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ മിസ്സിസ് ടാബി ഗ്രേയും അവളുടെ കുഞ്ഞുങ്ങളും സുഖമായി ആ ധാന്യപ്പുരയിൽ ജീവിച്ചു. ചിൽഡ്രൻ, ഡു യു ലൈക്ക് ദിസ് സ്റ്റോറി? കുട്ടികൾക്ക് ടാബി ഗ്രേയുടെ കഥ ഇഷ്ടമായോ? നൗ you can write some words in your notebook. All of you take your English notebook and write down these are the words there. Study the spelling also. Mother cat, 3 kittens, white kitten, black kitten, brown kitten, barn, haystack, farmhouse. Leftover, large trunk, heap, scratch, attic, farmer's wife, instead, fright, bonds, meantime. ഈ വേർഡ്സ് എല്ലാം ഇംഗ്ലീഷ് നോട്ട്ബുക്കിലേക്ക് എഴുതണം. എഴുതിയതിനു ശേഷം എല്ലാ വേർഡ്സിൻ്റെയും സ്പെല്ലിംഗ് കൂടി പഠിക്കുക. Let's conclude today's class here. We can meet in the next class. Thank you.